ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ നാളുകളിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരപരിപാടികൾ സംഘർഷത്തിൽ കലാശിക്കുകയും സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ സംരക്ഷണ സമിതി എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ നാട്ടുകാരെന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് സ്കൂളിന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനും കുട്ടികളെ നയിക്കാനും ഉള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്ന് പ്രിൻസിപ്പാളിനെ വന്ന് കാണുകയും പ്രിൻസിപ്പാളിനോട് ജനറൽ ബോഡി വിളിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ബോഡി വിളിച്ചിട്ട് അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും അവരുടെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരെയും വിളിച്ച് നമ്മളൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഇതിനകത്ത് കൂടിയിരിക്കുന്നത്. സ്കൂളിന്റെ നടത്തിപ്പിലും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിലും PTA പരാജയപ്പെട്ടതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. തെന്മല ഗ്രാമപഞ്ചായത്ത് 2011-2012 പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ പണികഴിപ്പിച്ച ടോയ്ലറ്റ് വിദ്യാർത്ഥികൾ പൂർണ്ണമായും തകർത്ത നിലയിലാണ്. സ്കൂളിലെ മിക്ക ജനാലകളും എറിഞ്ഞുടച്ച നിലയിലാണ്. ഇതുകൂടാതെ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങളും നാട്ടുകാർ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിലെത്തിയ നാട്ടുകാർ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ S. ബീന, PTA പ്രസിഡന്റ് S. ബാഹുലയൻ തുടങ്ങിയവരെ കണ്ട് സംസാരിച്ചു. സ്കൂളിന്റെ സൽപ്പേരിന് കോട്ടം വരുത്തുന്ന യാതൊന്നും നാളിതുവരെ സംഭവിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ നയിക്കുന്നത് രാഷ്ട്രീയക്കാരാണെന്നും അവരുമായി ചർച്ച ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും PTA പ്രസിഡന്റ് S. ബാഹുലയൻ അറിയിച്ചു. സമരങ്ങൾ ഒഴിവാക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സമരം സംസ്ഥാന വ്യാപകമായി വരുന്നിടത്ത് മാത്രം സ്കൂളിൽ സമരം നടത്തുക, അല്ലാതെ താലൂക്കുകൾ വരുന്നതിനും മറ്റുള്ള കാര്യത്തിനൊന്നും സമരം നടത്താൻ പാടില്ല സ്കൂളിൽ. തുടർന്ന് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്നും സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ച് സ്കൂളിന്റെ പൂർവാവസ്ഥ പുനഃസ്ഥാപിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തെന്മല.